ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ രണ്ടാളാട്ടോ ഇൻട്രോ പറയാൻ വേണ്ടിയിട്ട് നദീർഖാനെ നമ്മൾ പുറത്താക്കി ഗൈസ്. ഇന്നത്തെ ഫുള്ള് ഞാനും ഹൃദയാണ് കേട്ടോ. നദീർഖാൻ നമ്മൾ പുറത്താക്കിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താ റുദ? ഇന്ന് ബാക്ക് പാക്കിംഗ് വീഡിയോ. അതെ, ബാക്ക് പാക്കിംഗ് വീഡിയോ ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിന് നമ്മൾ ബേബിക്ക് വാങ്ങിച്ച സാധനം, റുദക്ക് വാങ്ങിച്ച സാധനം എല്ലാം കാണിച്ചിട്ടുണ്ടായിന്. അതുകൂടാണ്ട് തന്നെ നമ്മൾ കുറച്ച് സാധനം കൂടി വാങ്ങിച്ചേട്ടാ. റുദ ഏകദേശം വീട്ടിലേക്ക് പോവാനായി, ആക്ക് കാണിക്കേണ്ട ടൈമൊക്കെ ആയി. നാളെ പോകുന്നത്. അതന്നെ. അപ്പൊ അതിനു മുമ്പായിട്ട് തന്നെ ബാഗ് പാക്ക് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അതുകൊണ്ട് നമുക്ക് ഇന്ന് ചെയ്യാം അല്ലേ? ഇന്ന് ഫ്രീ ആണ്, അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ചെയ്യാം. നദീർക്ക് ഉണ്ട് കേട്ടാ, ബാക്കിലുണ്ട് നമ്മളെ ക്യാമറന്റെ ബാക്കിലുണ്ട്. പിന്നെ എന്താ, നദീറാന്റെ ഡെലിവറി കഴിഞ്ഞിട്ടാ. നദീറ എന്ന് പറയുമ്പോ നദീർഖാന്റെ പെങ്ങള് ഡെലിവറി കഴിഞ്ഞു. ബേബി ഗേളാണ് കേട്ടാ. ആദ്യത്തത് ബോയ് ആണ്, അൽഹംദുലില്ലാ ഇപ്പോൾ ഗേളായി കേട്ടാ. റുദന്റെ 2 month മുമ്പാണ് അല്ലേ? ആ ഒരു ഡിസ്റ്റൻസ് അല്ലേ വരുന്നത് നിങ്ങൾ രണ്ടാളും? 2 month ഇനി 2 month ഉള്ളൂ നിക്ക്. ഇപ്പൊ നമ്മളെ ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നത് നമ്മളെ ക്യാമറമാനാക്കി ഔട്ടാക്കി ഇരിക്കുകയാണ് നമ്മള് ഏകദേശം കൊണ്ടുപോകേണ്ട സാധനങ്ങളെല്ലാം ഇതാ ഇവിടെ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മളെ പുതിയ സാധനങ്ങൾ, അതായത് നിങ്ങൾ കാണാത്ത സാധനം എന്ന് പറയുന്നത് നമ്മളെ ഇതല്ല, നല്ല ബെഡ്. ആ ബെഡ് കൊടുത്തു. തൊട്ടില് പുതിയത് വാങ്ങി. അത് ഇവിടെ ഉണ്ട്. ഇത് ഇവിടെ ഉണ്ട്. പിന്നെ ഇതാ ബെഡ് സംഭവങ്ങളെല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടതാ. നമ്മള് കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിനി സംഭവം അല്ലെ? നമ്മള് കഴിഞ്ഞ വീഡിയോ ഇരിക്കുന്നത് ഹോൾഡർ. പിന്നെ നമ്മള് ആളെല്ലാം പരിചയപ്പെട്ട് വരുന്നില്ല കേട്ടോ. ഫസ്റ്റിലത്തെ മദറല്ലേ, ആദ്യമായിട്ട് മദറാവുന്നല്ലേ. അപ്പൊ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചു വരുന്നു. ഓരോന്നിന്റെ പേരായാലും എല്ലാം ഇങ്ങനെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതിന് റുദക്ക് പിങ്കിനോട് കുറച്ചൊരു ഇഷ്ടം കൂടുതലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് എല്ലാം പിങ്ക് തന്നെ വാങ്ങിച്ചു കേട്ടാ. പിങ്ക് ബെഡ്, പിങ്ക് മാത്രല്ല പിങ്കും വൈറ്റും മിക്സ് വരുന്ന ബെഡ്, പിന്നെ പിങ്കും വൈറ്റും മിക്സ് ആയിട്ടുള്ള ഹോൾഡർ. റുദ കാണിച്ചു കൊടുത്തോ. ഇത് ഇന്ന് വാങ്ങിച്ച സാധനം കേട്ടാ. ഇതാണ് കാഡിലാണ് കേട്ടാ ബേബീന്റെ. ഓപ്പൺ ചെയ്യണ്ടല്ലോ? ഇല്ല, ഓപ്പൺ ചെയ്യണ വേണ്ടല്ല. ജസ്റ്റ് നമുക്ക് നിങ്ങൾക്ക് കാഡിൽ എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെ. കാഡിൽ നിന്നല്ലേ പറയല്? ഇത് സ്ക്വയർ ആയിട്ട് വരുന്ന ടൈപ്പാട്ടാ. ഏകദേശം നമ്മളെ ഒരു ബെഡിന്റെ ആ ഒരു സോഫ്റ്റ്നെസ്സും കാര്യമെല്ലാം തന്നെയുള്ള ഇപ്പോഴത്തെ മോഡലാന്ന് തോന്നുന്നു. നെസുവിന്റെ ടൈം വരെ ഇത് ഉണ്ടായിട്ടില്ല, അതിന് ശേഷം വന്ന മോഡലാന്ന് തോന്നുന്നത്. പിന്നെ ബാസ്ക്കറ്റ്, ഇതും പിങ്കും വൈറ്റ് ആ ഒരു തീമിൽ തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇനി ഇതെല്ലാം നമുക്ക് ഈ ബാഗിൽ കൊള്ളൂല. ഇത് നമുക്ക് സെപ്പറേറ്റ് തന്നെ ഒരു കവറിലാക്കി വെക്കാം അല്ലേ? ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് നമ്മളെ ലവ് ലാപ്പിന്റെ ബേബി ഡെന്ത് ടൂത്ത് പേസ്റ്റ് ആട്ടോ. ഇന്നത്തെ കാലത്ത് ഇവിടെ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഫുൾ കെമിക്കൽസും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ എന്റെ നെസ് ബേബിക്ക് കെമിക്കൽസ് ഇല്ലാത്ത പ്രോഡക്റ്റ് ആണ് മാക്സിമം യൂസ് ചെയ്യാറ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നെസ് ബേബി യൂസ് ചെയ്യുന്ന ടൂത്ത് പേസ്റ്റിലും കെമിക്കൽസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് എന്റെ നിർബന്ധം തന്നെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ലവ് ലാപ്പിന്റെ ഈ ബേബി ഡെന്ത് ടൂത്ത് പേസ്റ്റ് തന്നെ സെലക്ട് ചെയ്തത്. ഇതിലൊരു കെമിക്കലും വരുന്നില്ല, 100% നാച്ചുറൽ ആട്ടോ. അപ്പൊ ഞാൻ നെസ് ബേബിക്ക് ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഇതൊരു ബെസ്റ്റ് ടൂത്ത് പേസ്റ്റ് തന്നെയാണ്. ഇതിൽ 2 ഫ്ലേവർ ആട്ടാ വരുന്നത്. ഒന്ന് സ്ട്രോബെറിയും പിന്നെ അതുപോലെ തന്നെ ബബിൾ ഫ്രൂട്ടും ആണ് വരുന്നത്. നെസ് ബേബിക്ക് ഇത് നല്ല ഇഷ്ടാട്ടോ ഈ 2 ഫ്ലേവറും. അതുകൊണ്ട് തന്നെ ആള് നല്ല എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് ബ്രഷ് ചെയ്യുന്നത്. ഇതിലൊരു ആർട്ടിഫിഷ്യൽ കളർ ഒന്നുമില്ല. അതുപോലെ തന്നെ ഇത് നല്ല സ്മൂത്ത് ടെക്സ്ചർ ആണ് കേട്ടോ. ഇതിൽ അലോവേര ബേസ്ഡ് ഫോമുല ബേബീന്റെ ഗംസ് അതുപോലെ തന്നെ ടങ്സ് ഒക്കെ നല്ല സൂത്തിങ് ആക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ബേബീസ് എല്ലാവരും പല്ലേക്കുന്ന ടൈം തന്നെ ഉള്ളിലേക്ക് എന്തായാലും വിഴുങ്ങും. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പേടിയില്ല, കാരണം ഇത് 100% നാച്ചുറൽ ആയതുകൊണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇത് ഫ്ലൂറോയിഡ് ഫ്രീയും പിന്നെ അതുപോലെ തന്നെ SLS ഫ്രീയും കൂടിയാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം വെൽ ടെസ്റ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ കുട്ടികൾക്ക് യൂസ് ചെയ്യാനും അത്രയും സേഫ് ആണ്. എല്ലാ ബേബീസിനെയും പോലെ നെസ് ബേബിക്കും ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പൊ അങ്ങനെ ആളിടക്കിടയ്ക്ക് ചോക്ലേറ്റ് കഴിക്കുന്നതുകൊണ്ട് തന്നെ പല്ലിനൊരു യെല്ലോയിഷ് കളർ ഉണ്ട് കേട്ടോ. ഈ ഒരു ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ആളെ പല്ല് നല്ല ഇംപ്രൂവ്മെന്റ് ആയിട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പല്ലായി. ആ യെല്ലോയിഷ് കളറൊക്കെ മാറി അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ എന്നെ പോലെ ബേബീസിന് ബെസ്റ്റ് ആയിട്ട്
ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് സെർച്ച് ചെയ്യുന്ന അമ്മമാരാണെങ്കിൽ എന്തുകൊണ്ടും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടൂത്ത് പേസ്റ്റ് തന്നെയാണ് ഇത്. ഇത് നമ്മളെ ബേബീസിന്റെ 12 മന്ത് മുതൽ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് വാങ്ങിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ബാക്കി സാധനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതും പിന്നെ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിന്. അതെല്ലാം കൂടിയിട്ടാണ് നമുക്ക് ഈ ഒരു ബാഗിൽ പാക്ക് ചെയ്യാനുള്ളത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതൊന്നും കാണിച്ചിട്ടില്ലല്ലോ, ഈ ലുങ്കി കാര്യങ്ങളൊന്നും കാണിച്ചിട്ടൊന്നുമില്ല. ഇത് നമുക്ക് മെയിനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്ന ആവശ്യങ്ങളായതുകൊണ്ടാണ് അതൊന്നും കാണിക്കാണ്ട് നിന്നിട്ടുണ്ടായിന്. പിന്നെന്താ, പിന്നെ ഒട്ടുമിക്ക സാധനം നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിന്. മദർ ബാഗ് ഇല്ലല്ലേ, ഇത് മദർ ബാഗ്. ഇതാണ് നമ്മള് പ്രഗ്നൻസി കഴിഞ്ഞാൽ മെയിനായിട്ട് ആവശ്യം വരുന്നത്. കാരണം നമുക്ക് ആദ്യം ഒരു കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സ് ഒരു ലിപ്സ്റ്റിക് എല്ലാം ഇടുന്ന ഒരു കുഞ്ഞു ബാഗ് മതിയാവും. പക്ഷെ ഇനി അത് പറ്റൂല. മക്കളെ ഡെലിവറി കഴിഞ്ഞാല് നമ്മളെ സാധനം കുറച്ച് അവരെ സാധനം കൂടുതലാണ് ഉണ്ടാവാന്. അപ്പൊ അതുകൊണ്ട് തന്നെ മദർ ബാഗ് നിർബന്ധമായിട്ട് വേണം. അപ്പൊ നമുക്ക് എല്ലാം എടുത്തു വെക്കാം അല്ലേ. നമുക്കില്ലേ പാർട്ടായിട്ട് ചെയ്യാം. ഈ ഒരു സൈഡ് റുദക്ക് കൊടുക്കുക, ഈ ഒരു സൈഡ് നമ്മളെ ബേബിക്ക് കൊടുക്കുക. ഇതില് അതന്നെ, ഇതില് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് വേണ്ട, അതായത് സോപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടാവില്ലേ, അതെല്ലാം നമ്മൾ ഇവിടെ വെക്കാന്ന് വിചാരിച്ച്. പിന്നെ ബേബീന്റെ കളിപ്പാട്ടം അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഇതില് വെക്കാന്ന് വിചാരിച്ച്, ഒരു നെറ്റ് പോലത്തെ. പിന്നെ ഇവിടെ റുദേന്റെ മാത്രല്ല ഇത് ഇങ്ങനെയുള്ള സംഭവം എല്ലാം വെക്കാം അല്ലെ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ഇത്ര വലിയ ബാഗിന്റെ ആവശ്യമില്ല കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഹോസ്പിറ്റലിലേക്കുള്ള ബാഗ് പാക്കിംഗ് അല്ല, ഇവിടുന്ന് റുദന്റെ വീട്ടിലേക്ക് പോകുന്നതിനുള്ള ബാഗ് പാക്കിംഗ് ആണ് കേട്ടാ. അത് കഴിഞ്ഞിട്ടാകുമ്പോ കൊണ്ടുവന്ന പെട്ടിയാ. അതന്നെ, ഉമ്മ കൊണ്ടുവന്ന പെട്ടിയാണ്. അതുകൊണ്ട് തന്നെ സൗകര്യമുണ്ട്, നല്ല അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ബോക്സിൽ തന്നെ റുദന്റേതും ബേബിന്റേതും എല്ലാം ഇതിൽ തന്നെ അങ്ങ് പോവും. ഇത് കഴിഞ്ഞിട്ടാകുമ്പോ നീ അവിടുന്ന് ഡെലിവറി, അതായത് ഹോസ്പിറ്റൽ ബാഗ് സെപ്പറേറ്റ് ഉണ്ടായിക്കോ. ഇവിടെ ആണെങ്കിൽ നമുക്ക് അതും ഒരു വ്ലോഗ് ആക്കായിരുന്നു അല്ലേ, പെട്ടെന്ന് വരല്ലോ. ഇതെല്ലാം നമുക്ക് ഇതെല്ലാം ഹോസ്പിറ്റലിലേക്ക് എടുക്കണേ എന്തായാലും. ഈ തോർത്ത് കാര്യമെല്ലാം അതെല്ലാം എടുക്കണം. ഇതിലേക്ക് നമുക്ക് ഇത് വെക്കാം, കുഞ്ഞിന്റെ സാധനങ്ങള്, സോപ്പ് കാര്യങ്ങള്, ഇത് ക്രീം, നെയിൽ കട്ടർ. ഇനി വൈറ്റ്സും കാര്യമെല്ലാം ഇനി എപ്പോഴും ബാഗിൽ കരുതേണ്ട സംഭവങ്ങളാണ്. പൗഡർ, ഓയില്, പിന്നെ ബേബിക്ക് വാങ്ങിച്ചിട്ടുള്ള കോമ്പ്. ഇതൊന്നും നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടില്ലല്ലേ. കൊറേ സാധനങ്ങൾ ഇനിയുണ്ട്. കുഞ്ഞിക്കോമ്പല്ല, അത്യാവശ്യം വലിയ കോമ്പ് തന്നെ കോമ്പ്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ മെയിൻ വേണ്ട സംഭവങ്ങൾ മാത്രമേ കാണിച്ചു. അതായത് ബേബിക്ക് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള സാധനം മാത്രമേ കാണിച്ചിട്ടുണ്ടായിട്ടുള്ളൂ. ഇതാണ് കേട്ടോ, പൗഡർ പഫ് ആയിട്ട് വരുന്ന സംഭവം. ഇത് ബോക്സ് കളയട്ടെ, ബോക്സ് വേണം. അല്ല, ബോക്സ് ഇരിക്കട്ടെ. നിന്റെ വീട്ടിലെത്തിയാൽ ഓപ്പൺ ചെയ്യും. ആക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആട്ടാ. മെയിൻ ദീദിക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ കാണുന്ന ഇഷ്ടം. ഓൾമോസ്റ്റ് ഇവിടെ ഫില്ലായി. ഇവിടെയാണ് കുറച്ച് സ്പേസ് ഉണ്ട് കേട്ടോ നമുക്ക് വെക്കാൻ വേണ്ടിട്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ, നല്ല വലിയ ബാഗാണ്, ഒരുപാട് സ്പേസ് ഉണ്ട്. നമ്മളെ ക്യാപ്പ് അടക്കം വരുന്ന ബ്ലാങ്കറ്റ് ഇല്ലേ, അതാണ് നല്ല സോഫ്റ്റ് ആട്ടോ. ഇതും പിങ്കിൽ തന്നെ. ഇത് പിന്നെ ഇവക്ക് പിങ്ക ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതല്ല, ഉമ്മ അങ്ങനെ കണ്ടപ്പോ വാങ്ങിച്ചത്, ഇഷ്ടപ്പെട്ടപ്പോ വാങ്ങിയതാണ്. ഉമ്മയും ഉപ്പയും കൂടിയാണ് പർച്ചേസിങ് ചെയ്തത്. പിന്നെ ഇതാ മറ്റേ ബേബിന്റെ ഷീറ്റ്, ഇത് നമുക്ക് ഇവിടെ വെക്കാം. അത് റിസീവിങ് ടവല്, ബേബിനെ നമുക്ക് റിസീവ് ചെയ്യാൻ വേണ്ടിട്ട്. ഒരാളില്ലേ ഫസ്റ്റില് നമ്മള് മദറാവുന്ന സമയത്ത് നമുക്കൊന്നും തിരിയൂല, എന്താണ് എവിടെയാണ് എങ്ങനെയാ ഒന്നും തിരിയൂല അല്ലേ. അപ്പൊ ഒരാള് പറഞ്ഞുതരാനുണ്ടായ ശരിക്കും നല്ലതാണ്, നമുക്ക് യൂസ്ഫുൾ ഇതാവും. നമ്മള് ഏകദേശം എല്ലാം ബാഗ് പാക്ക് ചെയ്തു. ഇതിൽ ക്ലിപ്പിംഗ് എടുത്തന്നെ, ഓ കയ്യെങ്കിലും വന്നില്ല. ഞാൻ ഇന്നത്തെ ബ്ലോഗിൽ ഉണ്ടാവില്ല എന്ന് ആദ്യേ ആള് പറഞ്ഞിട്ടുണ്ടായി. ഇതില് ബേബിന്റെ ഡ്രസ്സ് ഫുള്ള് കംപ്ലീറ്റ് ആയാ, നമ്മള് അന്ന് വാങ്ങിച്ചത് ഉമ്മ കൊണ്ടുവന്നതെല്ലാം ആയാ കംപ്ലീറ്റ്. അപ്പൊ നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. ഇനി നമ്മള് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടാ.
യെല്ലോ ബ്ലാക്കും അടിപൊളി എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇൻഷാല്ല 2-3 ദിവസത്തിനുള്ളിൽ വൃത പോവും. ഇനി ഇൻഷാല്ല നമുക്കൊരു നമ്മളെ ബേബിന് ആയിട്ടായിരിക്കും ഇനി വരുത്തുണ്ടാവും അല്ലെ? ഇൻഷാല്ല. അപ്പൊ ഇനി ഹോസ്പിറ്റൽ ബാഗ് റുദ റെഡിയാക്കും. റുദനെ ഹെൽപ്പ് ചെയ്യാൻ ഉമ്മ ഉണ്ട്, അനിയത്തിയുണ്ട്, ദീദിയുണ്ട്, എല്ലാരും ഉണ്ട് കേട്ടോ. റുദനെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഏകദേശം നമുക്ക് ഹോസ്പിറ്റലിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ എടുക്കേണ്ടതെന്ന് ഞാൻ റുദനോട് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കാര്യമില്ല. ബേബീൻ്റെതായാലും റുദൻ്റെതായാലും കുഴപ്പമില്ല. പക്ഷെ എന്നാലും ബേബീൻ്റെ നമ്മൾ ഒരുപാട് ഡ്രസ്സ് കാര്യങ്ങളൊന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കാര്യമില്ല. കാരണം ഹോസ്പിറ്റൽ ആയതുകൊണ്ട് നമുക്ക് എന്താ റിട്ടേൺ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് വാഷ് ചെയ്യാണ്ട് ബേബിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റൂല. അപ്പൊ അതുകൊണ്ട് തന്നെ ബേബിക്ക് നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോ വീട്ടിലേക്ക്, അതായത് ജനിച്ചപാട് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രസ്സ്, അത് പിന്നെ അതിന് ശേഷം 1-2 പിന്നെ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു ഡ്രസ്സ്, അത്ര ഒരു 3-4 ഡ്രസ്സ് മാത്രമേ എടുക്കൂ. ഇതൊക്കെ പേടിയൊന്നും ഇല്ലല്ലോ. ദേ പോയി ഇതാന്ന് പറയുമ്പോഴേക്ക് അങ്ങ് പോയിട്ട് വരാം അല്ലെ? ഇൻഷാല്ല. അതെല്ലാം ആ സമയമാകുമ്പോ നമുക്കൊരു പവർ അല്ല തരും. ഇൻഷാല്ല. അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മളെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, കമന്റ്. അപ്പൊ ബൈ.